ഹലോ ഓൾ, ഇത് 2018 മോഡൽ ജിപ്സിയാണ്. ഈ ജിപ്സിയിലാണ് നമ്മൾ പവർ സ്റ്റിയറിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് കുറച്ച് ഓൾട്ടറേഷൻസ് ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഒരു 2-3 ദിവസത്തെ ഒരു പ്രോസസ്സിലാണ് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുക. ഇത് നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ച ദിവസം ഡേറ്റ് വരുന്നത് 2025 ഡിസംബർ 2. അപ്പോൾ അന്നത്തേക്ക് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആക്കി ഇതിൻ്റെ ഫുൾ കണ്ടീഷനായിട്ട് പവർ സ്റ്റിയറിംഗിൽ ഓടുന്ന നല്ല അടിപൊളി വണ്ടിയായിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ടെസ്റ്റ് ഡ്രൈവിൽ എടുക്കുന്ന 2-3 ക്ലിപ്പിംഗ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇന്ന് കയറ്റിയിരിക്കുന്ന പവർ സ്റ്റിയറിംഗിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ പറയുന്നത്. ഇത് ഏത് വണ്ടിയാണ് വൈചേട്ടാ? ജിപ്സി 2018 മോഡൽ ജിപ്സി. ഇപ്പൊ പവർ സ്റ്റിയറിംഗ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഏകദേശം എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഇത് ചെയ്യാനായിട്ട്? 3-4 ദിവസം എടുക്കും അല്ലേ? ഓക്കെ. ഇതിപ്പോ നല്ല കണ്ടീഷൻ ആയിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മളിതില് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തോണ്ടിരിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വർക്കിനെ പറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ച് പറയോ? 2018 മോഡൽ ജിപ്സി, അത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കയറ്റിയൊക്കെയാണ്. ഓൾഡ് മോഡൽ വാഗണറിൽ തന്നെ പവർ സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. നമ്മൾ പവർ സ്റ്റിയറിംഗിൽ ഒരു സ്പെഷ്യൽ സാധനം വെക്കുന്ന പറഞ്ഞില്ലേ, അത് വെച്ചിട്ടുണ്ടല്ലേ? അതെ. മോട്ടർ മൊഡ്യൂള്